വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 ഇടത്തും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ത്രിപുരയിൽ 21 കൗണ്ടിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഈ 3 സംസ്ഥാനങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ത്രിപുര. രാജ്യമാകെ ഉറ്റുനോക്കുന്നതും ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. വിവരങ്ങളുമായി കരിഷ്മ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. കരിഷ്മ, വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടകം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് സാഹചര്യം? നിലവിലെ സാഹചര്യം എന്താണ്? 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ത്രിപുരയിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് BJP ആണ്. 60 സീറ്റിൽ 10 സീറ്റ് ഇപ്പോൾ തന്നെ BJP നേടിയിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതുപോലെ തന്നെ BJP ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ത്രിപുരയിൽ മൊത്തം 60 മണ്ഡലങ്ങളാണ്. അതിലിപ്പോൾ 10 സീറ്റ് 10 സീറ്റ് ത്രിപുര നേടിയിട്ടുണ്ട്. ത്രിപുരയിൽ 21 കൗണ്ടിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത്. 10 ഇതായി തരംതിരിച്ച് കണക്കുകൾ പുറത്തു വരും. ഏകദേശം 11 മണിയോടെ തന്നെ ത്രിപുര ആര് ഭരിക്കും എന്ന കണക്കുകൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോഴും വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 89% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ 10 സീറ്റിൽ BJP ആണ് മുന്നിൽ നിൽക്കുന്നത് കമലേഷ്. അതുപോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് ത്രിപുരയിൽ നമ്മൾ കണ്ടത്. BJPയും CPM-ഉം അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക പാർട്ടിയായ തിപ്രാമോത്ത പാർട്ടിയും തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 8 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 സീറ്റിൽ ത്രിപുരയിൽ BJP ആണ് മുന്നിൽ നിൽക്കുന്നത്. 11 മണിയോടുകൂടി നമുക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കും. കഴിഞ്ഞ ഇലക്ഷനിൽ ഏകദേശം 1% വോട്ടിനാണ് CPM-ന് അവിടുത്തെ ഭരണം നഷ്ടമായത്. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ഇത്തവണ മത്സരിക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കാനെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം. പക്ഷേ ഇപ്പോൾ ഫലം പുറത്തു വന്നതനുസരിച്ച് ഇപ്പോൾ 17 സീറ്റിൽ BJP തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. CPM-നും അതുപോലെ തന്നെ മറ്റു പാർട്ടികൾക്കൊന്നും തന്നെ ഇതുവരെ ഒരു സീറ്റും ലഭിച്ചിട്ടില്ല. 17 സീറ്റിലാണ് ഇപ്പോൾ ത്രിപുരയിൽ BJP മുന്നിട്ട് നിൽക്കുന്നത്. ഫലം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് BJP ആണ്. അതുപോലെ തന്നെ മൊത്തം അവിടെ 3328 പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ വോട്ട് ചെയ്യൽ നടന്ന ദിവസം തന്നെ പല മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കനത്ത സുരക്ഷയാണ് എല്ലാ സ്ഥലത്തും ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചു കമലേഷ്. ഇപ്പോഴും BJP തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. 25 വർഷത്തെ പോയകാല പ്രതാപം CPM-നും പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന കണക്കുകൾ അനുസരിച്ച് BJP തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. BJP തുടർഭരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രാദേശിക പാർട്ടിയായ തിപ്രാമോത്തയ്ക്ക് ഒന്നും തന്നെ ഇതുവരെ ഒരു സീറ്റും ലഭിച്ചിട്ടില്ല. ത്രിപുരയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കമലേഷ്. ത്രിപുരയിൽ BJP ആണ് മുന്നിൽ നിൽക്കുന്നത് കമലേഷ്. കരിഷ്മ, ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട്. ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായി ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. ആദ്യഘട്ട വോട്ടെണ്ണലാണ് നടക്കുന്നത്. നേരത്തെ കരിഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ശതമാനം വോട്ട് വിഹിതത്തിൻ്റെ അല്ലെങ്കിൽ വോട്ട് ശതമാനത്തിൻ്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ CPM-ന് അവിടെ ഭരണം നഷ്ടമായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവിടുത്തെ പ്രധാന കക്ഷികളായ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന പ്രത്യേകത ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വോട്ടെണ്ണൽ ഒരു ഘട്ടം കഴിയുമ്പോൾ കൃത്യമായ ഒരു ലീഡിലേക്ക് ഈ സഖ്യം വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതെ കമലേഷ്, കഴിഞ്ഞ വർഷം ഏകദേശം 1% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് CPM-ന് ഭരണം നഷ്ടമായത്. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന് അവർ CPM-ഉം കോൺഗ്രസും എങ്ങനെയെങ്കിലും BJP-യെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നിച്ചു നിന്നത്. ആ 1% വോട്ട് കോൺഗ്രസ് തങ്ങളുടെ സഖ്യത്തിലേക്ക് ചേരുമ്പോൾ ആ 1% വോട്ട് തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ ത്രിപുരയിൽ BJP ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ 20 സീറ്റിൽ BJP മുന്നിൽ. അതുപോലെ തന്നെ CPM-ന് 2 സീറ്റ് ലഭിച്ചിട്ടുണ്ട് കമലേഷ്. അത് അവിടുത്തെ പ്രാദേശിക പാർട്ടിയായ തിപ്രാമോത്തയ്ക്ക് ഇതുവരെ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് പോയകാല പ്രതാപം 25 വർഷം CPM ആണ് ത്രിപുര ഭരിച്ചത്. പിന്നെ അപ്രതീക്ഷിതമായാണ് BJP ഭരണത്തിലെത്തിയത്. ഇപ്പോൾ BJP തുടർഭരണത്തിൽ എത്താനുള്ള സാധ്യതകളാണ് ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിന്നെങ്കിലും ആദ്യ മണിക്കൂറുകളിലെ ഫലം അനുസരിച്ച് കൂടുതൽ മെച്ചമൊന്നും ഉണ്ടായില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കമലേഷ്. കശ്മ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശ്രദ്ധിച്ചാൽ ത്രിപുരയെ സംബന്ധിച്ച് ഇന്ത്യ ടുഡേയുടെ ഫലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ
36 മുതൽ 45 വരെ സീറ്റുകൾ BJPക്കാണ് പ്രവചിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് CPM സഖ്യത്തിന് 6 മുതൽ 11 സീറ്റ് വരെ നേടാം എന്ന ഒരു പ്രവചനമാണുള്ളത്. തിപ്രമോദ വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക ശക്തിയായി ത്രിപുരയിൽ മാറും എന്നുകൂടി ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നു. 9 മുതൽ 16 വരെ സീറ്റുകൾ തിപ്രമോദ ഒറ്റയ്ക്ക് ത്രിപുരയിൽ സ്വന്തമാക്കും എന്നു കരുതുന്നു. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഈ CPM കോൺഗ്രസ് സഖ്യം തിപ്രമോദയുമായി ഒരു സഖ്യത്തിലെത്താനുള്ള സാധ്യത, ആ തരത്തിൽ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യത മുന്നിലുണ്ടോ ഇപ്പോൾ? അത്തരം ഒരു നീക്കം ആദ്യം മുതൽ തന്നെ BJP ആരംഭിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അറിയാൻ സാധിക്കും ത്രിപുരയിലെ ആളുകളിൽ 70% ഗോത്രവർഗ്ഗക്കാരാണ്. അപ്പോൾ BJPക്കാണ് സാധാരണ BJP IPFയും BJPയും സഖ്യകക്ഷിയായാണ് പ്രവർത്തിച്ചത്. തിപ്രമോദ പാർട്ടിനെ തങ്ങളുടെ പാർട്ടികളിലോട്ട് അടുക്കാൻ BJP നേരത്തെ തന്നെ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ തിപ്രമോദ പാർട്ടി അവരുടെ ഒരു ഗോത്രവർഗ്ഗ പാർട്ടിയാണ്. അവർ കുറെ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഏത് പാർട്ടിയോടൊപ്പം ചേരാനും അവർ തയ്യാറാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ ഒരു പാർട്ടിയും അംഗീകരിക്കാത്തത് കൊണ്ടായിരിക്കാം അവർ സ്വതന്ത്രമായി മത്സരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ തിപ്രമോദ പാർട്ടി ഇങ്ങനെ സ്വതന്ത്രമായി മത്സരിക്കുന്നത് BJPക്ക് ആദ്യം മുതൽ തന്നെ ഒരു തിരിച്ചടിയായിരുന്നു. കാരണം അവർക്ക് ലഭിക്കേണ്ട ഗോത്രവർഗ വോട്ടുകളാണ് അവരിലേക്ക് വിഭജിച്ചു പോകുന്നത്. എന്തായാലും ഇവർ തിപ്രമോദ പാർട്ടി വിജയിക്കുകയാണെങ്കിൽ അവരെ BJPയിലോട്ട് അടുപ്പിക്കാൻ നീക്കങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ BJP തന്നെയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. 23 സീറ്റുകൾക്ക് ഇപ്പോഴും BJP തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. CPMും കോൺഗ്രസും ഒരുമിച്ച് നിന്നെങ്കിലും അധികം ഫലം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച്. നമുക്ക് ഇപ്പോൾ 3 സീറ്റ് മാത്രമാണ് CPMന് ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് ഇതുവരെ ഒരു സീറ്റും തന്നെ ലഭിച്ചിട്ടില്ല. കമലേഷ്, വ്യക്തമാണ് കരിഷ്മ. ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ BJP വളരെ കൃത്യമായ ഒരു ലീഡ് നില 10ഓളം സീറ്റുകളിൽ ഉയർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആദ്യ മണിക്കൂറുകളിലെ അല്ലെങ്കിൽ ആദ്യ മിനിറ്റുകളിലെ ഫലസൂചന കൃത്യമായി എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ച നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണിപ്പോൾ കക്ഷി നില ഉള്ളത്.